ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അലൈനിലുള്ള മിറാക്കിൾ ഗാർഡൻ കാണുവാനാണ്. ഇത് അലൈനിലെ ഫ്ലവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് മിറാക്കിൾ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അലൈനിലെ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നത് അലൈനിലെ അൽ ജഹ്ലി പാർക്കിലാണ്. അവിടെ തന്നെ ലോകത്തിലെ ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ബൊക്കറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമ്മളിപ്പോൾ നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അൽ ജഹ്ലി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അൽ ജഹ്ലി പാർക്കിന് ഒത്തിരി ഗേറ്റുകളുണ്ട്. ഏത് ഗേറ്റിൽ കൂടെയാണെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഫ്രീ ആണ്, അഡ്മിഷൻ ഫ്രീ ആണ്. എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. പക്ഷേ നിങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. കാർ പാർക്കിങ്ങിന് ഇവിടെ ഫ്രീ അല്ല. ജഹ്ലി പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ഏരിയയിൽ കാർ പാർക്കിന് നമ്മൾ ഫീ ചാർജ് ചെയ്യണം. അതിന് 2 ദിർഹംസാണ് മണിക്കൂറിനുള്ളത്. പാർക്കിങ്ങിൻ്റെ സ്ലോട്ട് നോക്കി നിങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കിടക്കാൻ. അതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ജഹ്ലി പാർക്കിൻ്റെ തന്നെ ഒരു ഭാഗത്താണ് ജഹ്ലി ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ജഹ്ലി ഫോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ലാർജ് ഏരിയ, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാർക്കിംഗ് ഏരിയ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഓപ്പൺ ആയിരിക്കുന്നത് 4 PM to 10 PM ആണ്. അതുപോലെ തന്നെ ഇത് ഫെബ്രുവരി 15 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഇത് തികച്ചും ഫ്രീ ആണ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇത് മാർച്ച് 14 വരെ ഇത് ഓപ്പൺ ആയിരിക്കുമെന്നാണ് അലൈൻ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അൽ ജഹ്ലി പാർക്കാണ്. അൽ ജഹ്ലി ഫോർട്ടിനോട് ചേർന്ന് തന്നെയാണ് അൽ ജഹ്ലി പാർക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അലൈനിൽ വിസിറ്റ് ചെയ്യുകയാണ്, അബുദാബിയിൽ നിന്നോ ദുബായിൽ നിന്നോ അലൈൻ വിസിറ്റ് ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. അതിനുള്ളിൽ തന്നെ അലൈൻ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നു. കൂടാതെ ഗിന്നസ് ബുക്കിൽ നമ്മുടെ അലൈനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നാച്ചുറൽ ഫ്ലവർ ബൊക്കറ്റ് ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനുള്ളിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് 7000 ഫ്ലവേഴ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജ് ലെങ്ത് 7 മീറ്റർ ഹൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുക. ഇതിനുള്ളിൽ തന്നെ ധാരാളം അറബിക് കുസീൻസ്, അതുപോലെ നാച്ചുറൽ ഫുഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഇരുന്ന് കഴിക്കാനുള്ള ബെഞ്ചുകളും അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ ഈ പാർക്കിൽ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഇതിന് ഫാമിലി ഉള്ള ആളുകൾക്ക് ഇരിക്കാനായിട്ട് ഫാമിലി സ്പെഷ്യൽ ഏരിയ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ വരുന്ന ആളുകൾ ഇവിടെയുള്ള ഫ്ലവേഴ്സിനൊന്നും തൊടാൻ പാടില്ല. അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് 5 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു മനോഹാരിതയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇരുട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ലൈറ്റുകൾ കൊണ്ട് ഇവിടെ ധാരാളം ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും എല്ലാം കൊണ്ടും ഇത് മനോഹരമായിട്ടുണ്ട്. 7 മണിക്ക് ശേഷം ഇവിടെ സ്റ്റേജ് ഷോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ധാരാളം സ്റ്റേജ് ഷോസും എല്ലാ ദിവസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ നല്ല ഒരു ലൈറ്റ് കൂടി ഉള്ള ഒരു കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ലാർജ് ഏരിയ ഈ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയും കൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫ്ലവർ ഫെസ്റ്റിവൽ നടന്നത് അലൈൻ ഒയാസിസിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു. ഈ പ്രാവശ്യം അൽ ജഹ്ലി പാർക്കിലാണ് ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബട്ടർഫ്ലൈസിൻ്റെ മറുവശത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ലാർജസ്റ്റ് നാച്ചുറൽ ബൊക്കറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും മുന്നേ ഇതാണ് ഞാൻ പറഞ്ഞ ലാർജസ്റ്റ് നാച്ചുറൽ ബൊക്കറ്റ്. ഇതിൻ്റെ ലെങ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു 7 മീറ്ററാണ്. അതായത് അത് കൂടാതെ 7000 ഫ്ലവേഴ്സ് കൊണ്ടാണ് ഇത് മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂടെ അതിനോട് ചേർന്ന് നിന്ന് എടുക്കാം. ഫോട്ടോസ് എടുക്കാൻ തന്നെ അവിടെ ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു അഗെയിൻ ഓൺ അനദർ വീഡിയോ. ബൈ ബൈ.